ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് നടന്ന മനോഹരമായ ഒരു സംഭവം. ഒരു സായാഹ്നത്തിൽ ബെൽജിയംകാരായ ഏതാനും കൊച്ചുകുട്ടികൾ ജർമ്മൻ പട്ടാളക്കാരാൽ നശിപ്പിക്കപ്പെട്ട ഒരു ഗ്രാമത്തിന് പുറത്ത് കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ജർമ്മൻ പട്ടാളക്കാർ വളരെ ക്രൂരമായി ബെൽജിയം രാജ്യക്കാരോട് പെരുമാറിയിരുന്നു. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കവേ സമീപത്തുള്ള ദേവാലയത്തിൽ നിന്നും സന്ധ്യാപ്രാർത്ഥനയുടെ മണിനാദം കേട്ടു. അവർ വേഗം പള്ളിയിലേക്ക് കയറി ചെന്ന് വണക്കത്തോടും അർത്ഥം ഓർത്തുകൊണ്ടും കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലി. കൂട്ടത്തിൽ മുതിർന്ന ബാലികയാണ് ഈ മനോഹര പ്രാർത്ഥന സാവധാനത്തിൽ ചൊല്ലിക്കൊടുത്തത്. എന്നാൽ ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്നുള്ള ഭാഗം വന്നപ്പോൾ ശത്രുക്കളുടെ കാഠിന്യത്തെ ഓർത്ത് ചൊല്ലിക്കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ പ്രാർത്ഥന നിന്നുപോയി. ഏതാനും മണിക്കൂർ മുമ്പായിരുന്നു ജർമ്മൻകാർ അവരുടെ ഭവനങ്ങൾ കൊള്ള ചെയ്ത് ഗ്രാമം നശിപ്പിച്ചത്. ദീർഘനിമിഷങ്ങൾ കുട്ടികൾ നിശബ്ദരായി നിന്നു. അപ്പോൾ പുറകിൽ നിന്നും ദൃഢവും ഉറച്ചതുമായ സ്വരത്തിൽ ഞങ്ങളുടെ നേരെ കുറ്റം ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കുറ്റങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് തുടങ്ങിയ പ്രാർത്ഥന മുഴുവനും ഒരാൾ ചൊല്ലിക്കൊടുത്തത് കുട്ടികൾ ഭക്തിപൂർവ്വം ചൊല്ലി. ആശീർവാദവും അവർ കേട്ടു. പ്രാർത്ഥനാന്തരം കുട്ടികൾ അത്ഭുതത്തോടെ പുറകോട്ട് നോക്കി. അവരുടെ നല്ലവനായ ആൽബർട്ട് രാജാവിനെയും ഉദ്യോഗസ്ഥന്മാരെയുമാണ് കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. രാജാവും ഉദ്യോഗസ്ഥന്മാരും കാര്യവശാൽ ആ വഴിയെ പോയപ്പോൾ പ്രാർത്ഥനാ സമയത്ത് പള്ളിയിൽ കയറിയതായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട രാജാവിന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അവർക്കും ക്ഷമിക്കാം എന്ന് പഠിച്ച് സന്തോഷത്തോടെ കുട്ടികൾ പള്ളിയിൽ നിന്നും പുറപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, മറ്റുള്ളവരോട് നമുക്കും എത്രമാത്രം ക്ഷമിക്കുവാൻ സാധിക്കും എന്ന് ഈ ചെറിയ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആരോടെങ്കിലും പകയോ വിദ്വേഷമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ അവരുമായി ക്ഷമിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയുള്ള സ്തോത്രം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം കർത്താവ് എപ്രകാരമാണോ ശത്രുക്കളോട് ക്ഷമിച്ചത്, അപ്രകാരം ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. വചനത്തെ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.